ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മണലാരണ്യത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം തന്നെ ആടുജീവിതം എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, ആടുജീവിതം ബെന്യാമിൻ്റെ അതിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിലെ കുറച്ച് വരികളാണ് കൊടുത്തിരിക്കുന്നത്. അന്തരീക്ഷമാകെ ചുവന്നു കലങ്ങിയിരുന്നു. ഇത്തിരി പോലും ദൂരേക്കൊന്നും കാണാനില്ല. എങ്ങും മൂടൽ മണ്ണ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിലുണ്ടായിരുന്നൊരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയിടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു, നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. അപ്പോൾ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ്? മരുഭൂമിനെക്കുറിച്ചാണല്ലേ പറയുന്നത്. നമ്മുടെ ഈ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നറിയോ? നജീമാണ് കേട്ടോ മുഖ്യമായിട്ടുള്ളത്. നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ ചോദിച്ചാലോ, നജീമാണ് ആടുജീവിതത്തിലെ പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഹക്കീമുണ്ട്, കഫീൽ ജാസറുണ്ട്, ഇബ്രാഹിം ഖാദിരി ഉണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സിനിമയുടെ സംവിധായകനാണെങ്കിൽ ബ്ലെസ്ലിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിൽ നജീബായിട്ട് വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? പൃഥ്വിരാജാണ്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. തൊഴിൽ തേടി മധ്യേഷ്യയിലെത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിൻ്റെ ജീവിതമാണ് നോവലിൻ്റെ ഇതിവൃത്തം. സത്യമായിട്ടും ഞാൻ ഈ ബെന്യാമിൻ വായിച്ചിട്ട് ചിലയിടങ്ങളിലെത്തുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്ര പേര് വായിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് ഫീൽ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഒരുപാട് ഫീൽ ആയിട്ടുണ്ട് ഞാനത് വായിച്ചിട്ട്. വരണ്ടതും വിരളമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ ഇത്തരം മണലാരണ്യങ്ങൾ നിങ്ങൾ ചിത്രങ്ങളിലും വീഡിയോകളിലും കണ്ടിട്ടില്ലേ? അത് വിടാം. എന്താണ് മരുഭൂമികൾ? 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് മരുഭൂമികളാണ് കേട്ടോ ഉള്ളത്. ഏതൊക്കെയാണ്? ശീതമരുഭൂമിയുണ്ട്, ഉഷ്ണമരുഭൂമിയുണ്ട്. ശീതമരുഭൂമിയും ഉഷ്ണമരുഭൂമിയും. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ശീതമരുഭൂമികൾ എന്ന് പറയുന്നത്. മിക്കപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന മരുഭൂമികളാണ് ശീതമരുഭൂമികൾ എന്ന് പറയുന്നത്. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവിടെ രാത്രി താപം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. എങ്ങനെയാണ്? 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉഷ്ണമരുഭൂമികൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണ്? വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനിലയുമാണ് അനുഭവപ്പെടുന്നത്. പിന്നെ അവിടെ രാത്രി താപം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നാണ് പേരുണ്ടായത്. മരുഭൂമിക്ക് ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കേട്ടോ. ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറമോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡെസേർട്ട് എന്നിട്ടുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്. അത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഈ മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? എറമോളജിയാണ്. ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം എങ്ങനെയാണ്? വളരെ കൂടുതലാണ്. ഉഷ്ണമരുഭൂമികൾ എങ്ങനെയാണ്? ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണമരുഭൂമി ഉണ്ടെന്ന് കണ്ടിട്ടില്ലേ? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ താർ മരുഭൂമി എന്നറിയപ്പെടുന്നു. ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ താർ മരുഭൂമി എന്നറിയപ്പെടുന്നു. ഈ ഉഷ്ണമരുഭൂമിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ? ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എന്താണ് താർ മരുഭൂമിയുടെ അതിർത്തികൾ ഏതൊക്കെയാണ്? കിഴക്ക് ആരവല്ലി നിരകളാണ്, തെക്ക് റാൻ ഓഫ് കച്ചാണ്, പടിഞ്ഞാറ് സിന്ധു നദീതടമാണ്, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടമാണ്. ഒന്നും കൂടെ പറയാം. താർ മരുഭൂമിയുടെ താഴെ നിന്ന് തുടങ്ങാം. തെക്ക് റാൻ ഓഫ് കച്ചാണ്, വടക്ക് എന്താണ്? പടിഞ്ഞാറ് സത്ലജ് നദീതടമാണ്. ഇനി കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ ആരവല്ലി നിരകളും, പടിഞ്ഞാറാണെങ്കിൽ സിന്ധു നദീതടവുമാണ്. പടിഞ്ഞാറും വടക്കും എന്താണ്? 2 നദീതടങ്ങളാണ്. പടിഞ്ഞാറ് സിന്ധു നദീതടവും വടക്ക് എന്താണ്? സത്ലജ് നദീതടവും. ഇനി കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മലനിരകളാണ് ആരവല്ലി നിരകളും, തെക്ക് വന്നാൽ എന്താണ്? റാൻ ഓഫ് കച്ചുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടേ.
ഇതൊക്കെ ഉണ്ടോ? ആരവല്ലി നിരകൾ, സത്ലജ് നദീതടം, സിന്ധു നദീതടം, റാൻ ഓഫ് കച്ച് താഴെ തെക്ക്. മനസ്സിലാകുന്നുണ്ടോ? വടക്കേതാണ് സത്ലജ്, കിഴക്ക് ആരവല്ലി, പടിഞ്ഞാറ് ഏതാണ്? സിന്ധു നദീതടം, നടുക്കാണ് താർ മരുഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശം ഏതാണ്? താർ മരുഭൂമിയാണ്. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് കേട്ടോ. 2 ലക്ഷത്തിലധികം എന്താണ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അതിൽ 1.75 ലക്ഷവും ഇവിടെ തന്നെയാണ്, ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ 1/2 ഭാഗവും എവിടെയാണ്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അപ്പം താർ മരുഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ചയായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ച കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ സ്ഥാനവും ഇതൊക്കെ വ്യാപ്തിയൊക്കെ നോക്കിക്കഴിഞ്ഞല്ലോ അല്ലേ. മഴ തീരെ കുറവാണ്. എന്താണ് അതിൻ്റെ കാരണമെന്നറിയാമോ? ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയിലാണ്. പടിഞ്ഞാറൻ തീര സമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതുകൊണ്ട് രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കണ്ടോ? ഇവിടുന്ന് എങ്ങനെയാണ് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ റാൻ ഓഫ് കച്ചിലേക്ക് വരികയാണ്. ഇവിടെയല്ല ഗുജറാത്ത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിലേക്ക് വരുന്ന നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഈ ആരവല്ലിക്ക് സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എങ്ങോട്ട് പോവില്ല, ഇത് താർ മരുഭൂമിയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? താർ മരുഭൂമിയിൽ മഴ ലഭിക്കാത്തത്. അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ പറഞ്ഞ കാര്യം കൂടുതലൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ എന്ത് ലഭിക്കുന്നില്ല? മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത വളരെ കുറവാണ്. ഇത്രയാണ് കേട്ടോ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി പരിശോധിക്കൂ. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തും. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് ലഭിക്കുന്നില്ല? മഴ ലഭിക്കുന്നില്ല. അവിടുന്ന് ഹിമാലയ പർവ്വതത്തിൻ്റെ സമാന്തരമായിട്ട് കിഴക്ക് നിന്നാണ് കേട്ടോ, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിനെ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് ലഭിക്കുന്നില്ല? മഴ ലഭിക്കുന്നില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷത്തോളം ഇതേ അന്തരീക്ഷസ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഊഷര മണലാരണ്യമായി മാറുമല്ലോ. ഇതെല്ലാമാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ ഈ അറബിക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു? ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് പോകുന്നത് കൊണ്ട് രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? പ്രവേശിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ മഴ ലഭിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെന്താണ്? നമ്മുടെ നേരെ തിരിച്ച് ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായിട്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? മഴ ലഭിക്കില്ല. പിന്നെന്തൊക്കെയാണ്? നമ്മുടെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റുമാണ് അവിടുത്തെ മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നത്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമാകുന്നത്. ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ 2 പ്രധാന ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധവരണ്ട സമതലം. എഴുതി വെച്ചോണേ. മരുസ്ഥലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. അപ്പോൾ യഥാർത്ഥ മരുഭൂമി മേഖല എന്നറിയപ്പെടുന്ന നമ്മുടെ താറിൻ്റെ ഒരു പ്രധാന ഭാഗം ഏതാണ്? മരുസ്ഥലിയാണ്. മരുസ്ഥലി. ഇനി അർദ്ധവരണ്ട സമതലം എന്നറിയപ്പെടുന്നതാണെങ്കിലോ രാജസ്ഥാൻ ബാഗറാണ് കേട്ടോ.
ഇനി മരുസ്ഥലി എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രാനൈറ്റ്, നെയ്സ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രാനൈറ്റ്, എന്താണ് നൈസ്, എന്താണ് ഷിസ്റ്റ് എന്ന് നോക്കാം. ഗ്രാനൈറ്റ് എന്താണ്? ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപശിലകളെയാണ് നമ്മൾ ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞിരിക്കണേ, എങ്ങനെയാണ് ഇത് ഉണ്ടാവണമെന്ന് അറിഞ്ഞിരിക്കണേ. ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുൻപ് മാഗ്മ എന്ത് ചെയ്യുന്നു? ഭൗമാന്തർ ഭാഗത്ത് വെച്ചിട്ട് തണുത്തുറഞ്ഞിട്ട് രൂപം കൊള്ളുന്ന ഒരു പരൽ രൂപ എന്താണ് ശിലകളെയാണ് നമ്മൾ ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. ഇനി നൈസ് ആണെങ്കിലോ, ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ എന്ന് പറയുന്നത്. ഈ ഗ്രാനൈറ്റ് ശിലകൾ പിന്നീട് എന്ത് ചെയ്യുന്നു? വളരെ ഉയർന്ന താപത്തിലുള്ള മർദ്ദ മാറ്റങ്ങൾക്ക് എന്താണ് വിധേയമാകും. അപ്പോൾ രൂപം കൊള്ളുന്ന ശിലകളെ എന്ത് പറയുന്നു? നൈസുകൾ എന്നാണ് പറയുന്നത്. ഷിസ്റ്റ് ആണെങ്കിലോ, മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് കായാന്തരീകരണം എന്ന് പറഞ്ഞാൽ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുക. അപ്പം മുഖ്യമായിട്ടും അവസാദ ശിലകളാണ് കേട്ടോ. അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചാലാണ് എന്തുണ്ടാവുക? ഷിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് തുടർച്ചയായിട്ട് കണക്കാക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. അപ്പം മരുസ്ഥലിയുടെ പ്രത്യേകത എന്താണ്? ഗ്രാനൈറ്റ്, പിന്നെന്താണ്? നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ ശിലകളാൽ എന്താണ് അങ്ങിങ്ങായിട്ട് ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു മണൽ പരപ്പാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കുന്നു. ഇനി ഇതിൻ്റെ ശരാശരി ഉയരം എങ്ങനെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. മരുസ്ഥലിയുടെ കിഴക്കുഭാഗം എങ്ങനെയാണ്? പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് പാറക്കെട്ടുകളാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? മണൽക്കൂനകളാണ് കേട്ടോ. മണൽക്കൂനകൾ കിഴക്ക് ഭാഗത്ത് എന്താണ്? പാറക്കെട്ടുകളായിരിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് മണൽക്കൂനകളായിരിക്കും കേട്ടോ. ഇനി ഇത്തരം മണൽക്കൂനകളെ എന്ത് വിളിക്കുന്നു? പ്രാദേശികമായി ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനായിട്ട് എഴുതി വെച്ചോ. നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായിട്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിലാണ്? ദ്രിയാൻ എന്ന പ്രാദേശിക നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് രാജസ്ഥാൻ ഭാഗം എന്താണെന്ന് നോക്കാം. ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. എവിടെ വരെയാണ്? ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗമാണ് പറയുന്നത്. ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. കിഴക്ക് ഭാഗത്തെയാണ്, അതായത് വരണ്ട് കിടക്കുന്ന കിഴക്ക് ഭാഗത്തെയാണ് പകുതി വരണ്ട് കിടക്കുന്ന സമതലമാണ്. പകുതി വരണ്ട് കിടക്കുന്ന സമതലമാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. അപ്പോൾ കുറച്ച് കാലം വരേക്ക് നീരൊഴുക്കുള്ള, കുറച്ച് ഇടയ്ക്ക് ഓരോരോ കാലങ്ങളിൽ നീരൊഴുക്കുണ്ടാകുന്ന നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവുക? അർദ്ധവരണ്ട സമതലമായിട്ട് ഉണ്ടാവുക. ഇത് രോഹി എന്നാണ് അറിയപ്പെടുന്നത്. എഴുതി വെച്ചോ, രോഹി എന്നറിയപ്പെടുന്നു. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? നമ്മുടെ ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിലാണ്? രോഹി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 വേർഡ് പഠിച്ചു, ദ്രിയാല്, രോഹി കേട്ടോ. ദ്രിയാല്, രോഹി എഴുതി വെക്കണേ. ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. ഈ രോഹിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒഴുകി വരുന്ന രോഹി എന്നറിയപ്പെടുന്ന ഈ അരുവികളുണ്ടല്ലോ, അവയാണ് അവിടുത്തെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദി ഏതാണ്? ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ലൂണിയാണ്. ലൂണി. അതും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരപ്പ് എന്തറിയപ്പെടുന്നു? താലി എന്നറിയപ്പെടുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വരികയാണ്, ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരപ്പ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? താലി എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നു. ദ്രിയാല്, രോഹി,
പിന്നെന്താണ് താലി. 3 വേർഡ് പഠിച്ചു കേട്ടോ. ലൂണി നദീനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി ഉത്ഭവിക്കുന്നത്. ലൂണിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആരവല്ലി പർവ്വതനിര കേട്ടോ. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. അപ്പോൾ ലിൽറി, സുക്രി, ജവായി എന്ന് പറയുന്നത് ഏതിൻ്റെ പോഷക നദിയാണ്? ഏത് നദിയുടെയാണ്? ലൂണിയുടെയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ എഴുതി വെച്ചോ. ലൂണിയുടെ പോഷക നദികളേവാ? ലിൽറി, സുക്രി, ജവായി. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി എവിടെ എത്തുന്നു? റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുകയാണ് ചെയ്യുന്നത്. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനം ഏതാണ്? സാമ്പാർ തടാകമാണ്. രാജസ്ഥാൻ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാമ്പാർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാക്കാലത്ത് ഗണ്യമായി ചുരുങ്ങും. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന തടാകങ്ങൾ. അപ്പോൾ രാജസ്ഥാനിലുള്ള മറ്റ് പ്രധാന തടാകങ്ങളും കൂടെ പഠിച്ചിരുന്നോളൂ. ദിദ്വാന, സർഗോൾ, കാത്തു. ദിദ്വാന, സർഗോൾ, കാത്തു. കാത്തു എന്ന് പറഞ്ഞിട്ടൊരു പൂച്ചയുടെ കാർട്ടൂൺ ഉണ്ട്. ദിദ്വാന, സർഗോൾ, കാത്തു കേട്ടോ. മറ്റ് പ്രധാന തടാകങ്ങൾ. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ചുവടെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. താർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണിവ. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണമരുഭൂമികളിൽ സാധാരണമാണ്. ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, അതുപോലെ തന്നെ കൂൺശിലകൾ, മണൽമേടുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ രൂപങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണമരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അപവഹനം അഥവാ ഡിഫ്ലേഷൻ. ഈ മണലിനെ ചുഴറ്റിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? അപവഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ രണ്ടാമത് കാണിച്ചു തന്നില്ലേ ഗർത്തങ്ങൾ. അപ്പോൾ ഇങ്ങനെ പോകുന്നതിലൂടെ ആഴം കുറഞ്ഞ ചെറിയ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം കാണിച്ചത് ഇവയാണ് അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്, അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. ഇതെല്ലാം ഡിഫ്ലേഷൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് കേട്ടോ. ഈ അപവഹന ഗർത്തങ്ങൾ. അതുപോലെ തന്നെ ഗുഹകളും രൂപപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസും. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം അല്ലെങ്കിൽ അബ്രേഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ ശക്തമായ കാറ്റിങ്ങനെ വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന ഈ മണൽത്തരികളൊക്കെ എന്ത് ചെയ്യുന്നു? മറ്റ് ശിലാപദാർത്ഥങ്ങളിലും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിലൊക്കെ പോയിട്ട് ശക്തമായിട്ട് അങ്ങോട്ട് ഉരസിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ശിലകൾക്ക് തേയ്മാനം സംഭവിക്കും. അപ്പോൾ ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അപഘർഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബ്രേഷൻ. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമിയിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കൂൺ സമാനമായിട്ടുള്ള കൂൺ ശിലകൾ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാറ്റിന് ഈ പദാർത്ഥങ്ങളെയൊക്കെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒരു നിശ്ചിത ഉയരം വരെയൊക്കെ ഉയർത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഈ മരുഭൂമിയിലെ ശിലകളിൽ അപഘർഷണ തീവ്രത എന്ത് ചെയ്യും? കുറച്ചൊരു ഉയരം വരേക്ക് മാത്രമേ കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ ഈ അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ എന്ത് ചെയ്യും? തേയ്മാനം സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യും? പിന്നീടൊരു കൂൺശില പോലെ ആയിട്ട് മാറും. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരുപാട് കാലത്തെ ഡിഫ്ലേഷൻ വഴിയാണ് കേട്ടോ ഇത്തരം ഭൂരൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്തമായിട്ടുള്ള ആകൃതികൾ കൈവരിക്കുന്നുണ്ട്. അപ്പോൾ കൂണ് മാത്രമല്ല പല ടൈപ്പ് ഓഫ് ആകൃതികൾ കൈവരിക്കുന്നുണ്ട്.
ഇനി കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ താർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്തത് താർ മരുഭൂമിയിൽ എന്തൊക്കെയുണ്ടെന്നാണ് നോക്കുന്നത് കേട്ടോ. കാറ്റ് അതിൻ്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരം തിരിച്ച് നീക്കം ചെയ്യുന്നുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് മാത്രമേ അതിനെ ഉയർത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴും. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവയാണ് മണൽ മേടുകൾ എന്ന് പറയുന്നത് കേട്ടോ. സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ കാറ്റിൻ്റെ വേഗത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാറ്റിൻ്റെ മണൽ വഹിച്ചുകൊണ്ട് ഈ കാറ്റ് പോകുന്ന സമയത്ത് അതിൻ്റെ വേഗം കുറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ കാറ്റിന് ഒരു തടസ്സം നേരിടുകയാണെങ്കിലോ എന്ത് ചെയ്യുന്നു, ആ മണൽത്തരികൾ താഴേക്ക് വീഴുന്നു. അത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഈ നിക്ഷേപിക്കപ്പെടുന്ന ഈ മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലുള്ള വലുപ്പത്തിലുള്ള നിക്ഷേപ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതിനെ എന്ത് വിളിക്കുന്നു? മണൽമേടുകൾ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മരുഭൂമിയിലെ വിവിധ ആകൃതിയിലും വലുപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണിവ. താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബർക്കൻസ്, പാരബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, അതുപോലെ തന്നെ രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ ഏതൊക്കെയാണുള്ളത്? ബർക്കൻസ്, പാരബോളിക്, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ കേട്ടോ. കാറ്റിൻ്റെ ദിശ, വേഗത എന്നിവയ്ക്കനുസരിച്ചിട്ട് മണൽമേടുകൾക്ക് സ്ഥാനവും സംഭവിക്കാറുണ്ട്. മരുഭൂമികളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം വരണ്ട മണലാരണ്യമല്ലേ? പക്ഷേ ചില മരുഭൂമി പ്രദേശങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? ഫലഭൂയിഷ്ടമായിട്ടുള്ള കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട്. അതിനെയാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭജല സ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും വലുപ്പത്തിൽ എന്ത് ചെയ്യും? വ്യത്യാസപ്പെട്ടിരിക്കും. പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവയായിട്ട് സാധാരണയായി മരുപ്പച്ചകളിൽ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന വളരെയധികം ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശത്തെയാണ് എന്ന് പറയുന്നത്? മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഈ പ്രകൃതിദത്ത നീരുറവ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭജല സ്രോതസ്സുകളിലോ ആണ് രൂപപ്പെടുന്നത്? മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ വലിപ്പത്തിൽ എന്തായിരിക്കും? പല ടൈപ്പായിരിക്കും കേട്ടോ. വലിപ്പത്തിൽ ഡിഫറൻ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത്? പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, പരുത്തി, ചോളം, പിന്നെ നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ എന്നിവയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കൃഷി ചെയ്യുന്നത്. ഇനി നമുക്ക് മരുഭൂമിയിലെ കാലാവസ്ഥയിലേക്ക് കടക്കാം കേട്ടോ. മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കും. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവായിരിക്കും. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം എന്ത് ചെയ്യും? അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ലൂ ആണ് ആ സമയത്ത് അവിടെ വീശുന്ന വേനൽക്കാറ്റെന്ന് പറയുന്നത് കേട്ടോ. ഈ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിലൊക്കെ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പിന്നെ ആ കാലയളവിൽ അവിടുത്തെ അന്തരീക്ഷ ആർദ്രത എന്തായിരിക്കും? തീരെ കുറവായിരിക്കും. ഭയങ്കര വെയിലല്ലേ. പിന്നെ ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. എപ്പോഴാണ് ഇത് അവസാനിക്കുക? മാർച്ച് മാസത്തിൽ തുടങ്ങിയിട്ട് ജൂൺ മാസത്തോടെ വേനൽക്കാലം അവിടെ അവസാനിക്കുകയും ചെയ്യും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ആരവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിലും കുറവാണ്. അതുകൊണ്ടല്ലേ അതിനെ ഒരു മരുഭൂമിയായിട്ട് കണക്കാക്കുന്നത്. 25 സെൻറ്റിമീറ്ററിലും മഴ കുറവായതുകൊണ്ട്. പക്ഷേ ആരവല്ലിയുടെ കിഴക്ക് ഭാഗത്ത് ഏകദേശം 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കാറുണ്ട് കേട്ടോ. പിന്നെ പടിഞ്ഞാറ് ഭാഗത്താണ് മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിലും കുറവാകുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ എന്ത് ലഭിക്കുന്നില്ല? മഴ തീരെ ലഭിക്കാറില്ല. ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു.
ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ജനുവരിയിൽ ഇവിടെ അതിശൈത്യമായിരിക്കും അനുഭവപ്പെടുക. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം വീണ്ടും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇത്രയാണ് കാലാവസ്ഥയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ മണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ്. താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ പരപ്പുകളാണ്, നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനും അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ എന്താണ് മണൽ പരപ്പുകളാണ് ഉള്ളതെങ്കിലും ചില പ്രദേശങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടാറുണ്ട്. അതിനെ എന്ത് പറയുന്നു? മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ എന്ത് പറയുന്നു? വരണ്ട മണ്ണെന്ന് പറയുന്നു. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയും ഉള്ളതാണ് മരുഭൂമി മണ്ണ്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. അതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളവയാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ആ മണ്ണിൽ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണിന് ലവണാംശം വളരെ കൂടുതലായിരിക്കുമേ. ഇനി അവിടുത്തെ സസ്യജാലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾച്ചെടികളെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേതാ? താർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗം ഏതാണ്? കള്ളിമുൾച്ചെടിയാണ്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്വേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ കിഴക്കൻ കുന്നുകളിൽ വളരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഗം അറബിക് അക്വേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ അവിടെ വളരുന്നുണ്ട്. പ്രധാനമായിട്ടും എന്താണുള്ളത്? കള്ളിമുൾ ചെടിയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇതാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്ന സസ്യവൈവിധ്യം എന്ന് പറയുന്നത്. ഇത് അക്വേഷ്യ ആയിരിക്കും പറഞ്ഞത്. ഗം എന്ന് പറഞ്ഞില്ല, ഗം അറബിക് അക്വേഷ്യ. ഇത് ഏതാ? യൂഫോർബിയ. ഇതായിരിക്കും യൂഫോർബിയ. ഇത് കള്ളിമുൾച്ചെടിയല്ലേ? എന്നാൽ ഇതായിരിക്കും യൂഫോർബിയ. ഇത് മറ്റേ സാധനമല്ലേ? എന്താ ഇതിന് പറയുക? നമ്മുടെ എരിക്കല്ലേ ഇത്? അതിൻ്റെ പൂ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇത് അക്വേഷ്യ ആയിരിക്കും, അതിൻ്റെ ഇല കണ്ടിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് സസ്യവൈവിധ്യം കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ ജന്തുജാലങ്ങളെക്കുറിച്ച് നോക്കിയാലോ. എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് പറഞ്ഞാൽ? ഒട്ടകങ്ങളാണ് അല്ലേ. ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം എന്ത് തന്നെയാണ്? ഒട്ടകമാണ്. താർ നിരവധി ഇനം പക്ഷികളുടെയും ഉരഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും താർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. നിരവധി ഇനം ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ താർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും എവിടെ കാണപ്പെടുന്നു? ഈ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മണൽപ്പരപ്പിലെ ജനജീവിതം. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് താർ മരുഭൂമി. താർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ജനങ്ങൾ കൂടുതലായും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിർത്തിക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത്. മരുഭൂമി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മണൽപ്പരപ്പുകളിൽ ജനജീവിതം സാധ്യമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അവിടുത്തെ കൃഷിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് നമുക്കറിയാലോ. വരണ്ട കാലാവസ്ഥയല്ല അവിടെ. വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും അവിടെ കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. ബജ്റ, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ അവിടുത്തെ കേട്ടോ. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയാണ്.
ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കനാൽ എന്നിത് അറിയപ്പെട്ടിരുന്നു. ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിലാണ് കുടിവെള്ളം നൽകുന്നത്. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപ്പാദനം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കനാൽ അവിടെ സഹായിക്കുന്നത്, വളരെ സഹായകരമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി അവിടുത്തെ മൃഗപരിപാലനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായിട്ടാണ് ചുരുങ്ങുന്നത്. അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ്. രാജ്യത്തിൻ്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ 10% രാജസ്ഥാനിലാണെന്നാണ് കണക്കാക്കുന്നത്. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങിയ പ്രധാന വളർത്തുമൃഗങ്ങളാണ് അവിടുത്തെ കേട്ടോ. ഏതൊക്കെയാണ്? ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം. ഇവയൊക്കെ അവിടുത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതായിരിക്കും അല്ലേ. ഇനി അടുത്തത് ഖനനത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യവസായ ഭാഗം. നമ്മളുടെ നാട്ടിലെ മാർബിൾ ഷോപ്പുകളുടെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിൻ്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ് വരുന്നത്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. മക്രാന മാർബിൾ രാജസ്ഥാനിലത്തെയാണ് കേട്ടോ. മക്രാന മാർബിൾ ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവുമുണ്ട് ഇവിടെ. അപ്പോൾ ചൂടാണെങ്കിലും അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അല്ലേ. ഈ നമ്മളുടെ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് മക്രാന മാർബിൾ കൊണ്ടാണ് കേട്ടോ. മക്രാന മാർബിൾ, ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. കരകൗശല വ്യവസായം. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടുത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷെഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി ഉപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ തോലൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തുകൽ ഉൽപ്പന്നങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഊർജ്ജോൽപാദനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രമാണിത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടി പാടങ്ങൾ താർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനലുകൾ ഉപയോഗിച്ചും താർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജ്ജം കൂടുതലായിട്ടും പ്രയോജനപ്പെടുത്തുന്നത്. ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഊർജ്ജം കൂടുതലായിട്ടും അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. വിനോദസഞ്ചാരം. താർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, റണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, റണക്പൂർ ജെയിൻ ക്ഷേത്രം എന്നിവ ഇവിടുത്തെ നിരവധി ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇതാ പോണു. താർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു. താപനില വേനൽക്കാലത്ത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതിനോടൊപ്പം മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിലെ ജനജീവിതം എന്താക്കുന്നു? വെല്ലുവിളികൾ നിറഞ്ഞതാക്കുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാക്കാൻ പറ്റില്ല. കടുത്ത ചൂടിൽ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ മണലാരണ്യത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ
കുറച്ച് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണത്? നമ്മുടെ മരുസ്ഥലിയുടെ പടിഞ്ഞാറ ഭാഗത്തെ മണൽ കൂനകൾ എങ്ങനെയാണ് പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത്? ദ്രിയാൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? ദ്രിയാൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ. മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മണൽ കൂനകൾ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദ്രിയാൽ എന്ന പേരിലാണ്. പിന്നെ പഠിച്ചു രാജസ്ഥാൻ ബാഗറിലെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകളെ എന്തു പറയുന്നു? രോഹി എന്നാണ് പറയുന്നത്. രോഹി എന്നാണ് പറയുന്നത്. എന്താണ്? രാജസ്ഥാൻ ബാഗറിലെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? രോഹി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ലൂണി നദീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് എന്ത് രീതിയിലാണ് അറിയപ്പെടുന്നത്? താലി എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. താലി. ഇവിടുന്ന് ഇങ്ങനത്തെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ കേട്ടിരിക്കുക. കേട്ടാൽ തന്നെ അത്യാവശ്യം മനസ്സിലാകും. നമ്മളൊക്കെ ഇത്രയും വലുപ്പമായതല്ലേ. ഈ വേനൽക്കാലത്ത് രാജസ്ഥാനിൽ ഉണ്ടാകുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇനി നമുക്ക് അടുത്തത് തീർക്കാനുള്ളത് തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അതും കൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ തീർത്തേക്കാം. അപ്പോൾ ഇതിലുള്ള ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എഴുതി വെക്കുക. പിന്നെ ബാക്കി നമ്മുടെ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബാക്കി ഞാൻ ക്ലാസ്സസൊക്കെ വഴി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്